ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഒരുപാട് പേർക്ക് ഈ ഒരു സമ്മർ ടൈമിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തുടക്കത്തിൽ തന്നെ ഒരു ഇൻഫർമേഷൻ നിങ്ങളോട് പറയുകയാണ്. ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുമ്പോൾ, അതായത് പ്രഗ്നൻസി സിംറ്റംസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുമ്പോഴേക്കും എനിക്ക് ഈ സിംറ്റംസ് ഇല്ലല്ലോ എന്ന് ആലോചിച്ച് വിഷമിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ, അതുമൂലം നിങ്ങൾക്ക് സ്ട്രെസ്സ് വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ ഈ വീഡിയോസ് സ്കിപ്പ് ചെയ്ത് കാണുക. പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹോർമോണൽ ഇംബാലൻസ് ഉള്ളവർക്ക്, ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾ ഉള്ളവർക്ക് പലതരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുമ്പോഴേക്കും അവർ വിചാരിക്കുന്നത് പീരിയഡ്സ് വരാൻ പോവുകയാണെന്നാണ്. പലർക്കും പീരിയഡ്സിൻ്റെ ലക്ഷണങ്ങളും പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങളും ഏറെക്കുറെ മാച്ചാണ്. പക്ഷേ പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങളെ പീരിയഡ്സിൻ്റെ ലക്ഷണങ്ങളായിട്ട് തെറ്റിദ്ധരിച്ചിട്ട് പീരിയഡ്സ് വരാതായി കഴിയുമ്പോൾ പല ആളുകളും മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മെഡിസിൻസ് ഉപയോഗിക്കുകയും പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ള എക്സസൈസുകൾ ചെയ്യുന്നവരുമുണ്ട്. എല്ലാവർക്കുമൊക്കെ എക്സസൈസ് ചെയ്തതുകൊണ്ട് പ്രഗ്നൻസി നഷ്ടമാകുമൊന്നുമില്ല. പക്ഷേ ഓൾറെഡി എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് നമ്മൾ ചെയ്യുന്ന പല മിസ്റ്റേക്സ് കൊണ്ടും പ്രഗ്നൻസി നഷ്ടമായി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ലക്ഷണത്തിനെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ. ഈ ലക്ഷണങ്ങൾ നിങ്ങൾ കേൾക്കുക. നിങ്ങൾക്ക് ഈ ലക്ഷണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ശരീരം നല്ലതുപോലെ ശ്രദ്ധിക്കുക. എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബ്ലീഡിങ് വരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാവുന്ന ബ്ലീഡിങ് വളരെയധികം കുറവാണെങ്കിലും നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് മസ്റ്റായിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ചില ആളുകൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ടുള്ള മടി കൊണ്ട്, പൈസ പോകുന്നത് കൊണ്ടല്ല, ആ ഒരു ടെസ്റ്റ് ചെയ്താലും റിസൾട്ട് കൃത്യമായിട്ട് കിട്ടാത്തത് കൊണ്ട് പലരും തന്നെ വീട്ടിലുള്ള പ്രഗ്നൻസി ഹോം റെമഡീസ് ഒക്കെ ചെയ്ത് നോക്കിയിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. നമ്മൾ ഹോമിൽ ചെയ്യുന്ന പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് അല്ലാതെ മറ്റുള്ള വഴികൾ, അതായത് ബ്ലീച്ച്, ടൂത്ത് പേസ്റ്റ് ഇങ്ങനെയുള്ളതൊക്കെ ഉപയോഗിച്ചിട്ട് പലരും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. നിങ്ങൾ അങ്ങനെയുള്ള മെത്തേഡ്സ് ഒന്നും ഫോളോ ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. നല്ല ഒതൻറ്റിക് ആയിട്ടുള്ള വഴിയിലൂടെ മാത്രം നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇവിടെ സംസാരിക്കുന്നത് നമുക്ക് പനി വരാൻ പോകുന്നത് പോലെയുള്ള ലക്ഷണത്തിനെ പറ്റിയിട്ടാണ്. ഓൾറെഡി നമുക്ക് ബോഡി ടെമ്പറേച്ചർ ഇപ്പോൾ സമ്മർ ആയിട്ടുള്ള സമയത്ത് വളരെയധികം കൂടാറുണ്ട്. നമ്മൾ വെറുതെ ഒന്നിരുന്ന് കഴിഞ്ഞാലും പെട്ടെന്ന് നമുക്ക് ശരീരം ചൂടാവുന്നത് പോലെയൊക്കെ പലർക്കും ഫീൽ ചെയ്യാറുണ്ട്. പ്രഗ്നൻസി ആകുന്ന സമയത്തും പലർക്കും ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ഫീൽ ചെയ്യാറുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്നതിന് പലതരത്തിലുള്ള റീസൺസ് ഉണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് നടക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഹോർമോണൽ ഷിഫ്റ്റ് ഒക്കെ നടക്കുകയാണെങ്കിൽ അത് ഏറ്റവും ആദ്യം അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ പീരിയഡ്സ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. പീരിയഡ്സ് വരാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഹോർമോണിൻ്റെ ഇൻക്രീസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഡിക്രീസ് ഉണ്ടാകും. ആ ഒരു ഇൻക്രീസ് ഒരു പീക്കിൽ വന്നതിന് ശേഷം ആ ഒരു ഹോർമോൺ ഒന്ന് റിഡ്യൂസ് ആകുമ്പോഴേക്കും ടെമ്പറേച്ചർ ഒന്ന് കുറഞ്ഞിട്ടാണ് നമുക്ക് ബ്ലീഡിങ് വരുന്നത്. അതുപോലെ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ടെമ്പറേച്ചറിൽ വ്യത്യാസം ഉണ്ടാകും. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ടെമ്പറേച്ചറിൽ വ്യത്യാസം ഉണ്ടാകും. ഇതെല്ലാം ഡയറക്റ്റായിട്ട് ഹോർമോൺസിന് റിലേറ്റഡ് ആയതുകൊണ്ടാണ് നമുക്ക് ബോഡിയിൽ അത്തരത്തിലുള്ള ചേഞ്ചസ് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ പല ആളുകൾക്കും ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആവുന്നതിൻ്റെ ഭാഗമായിട്ടും ഇത്തരത്തിലുള്ള ടെമ്പറേച്ചറിൽ വ്യത്യാസം അനുഭവപ്പെടാറുണ്ട്. നമ്മൾ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കാറുണ്ട്. നോർമലി എത്രത്തോളമാണോ സർക്കുലേഷൻ ഉണ്ടായത് അതിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് അവിടെ സർക്കുലേഷൻ സംഭവിക്കും. ഇതുണ്ടാവുന്നത് നമുക്ക് ആ ഒരു വെയിൻസ് ഒക്കെ ഒന്ന് എൻലാർജ് ആയിട്ട് കുറേയും കൂടി എഫക്റ്റീവായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആകാറുണ്ട്. ഇങ്ങനെ സർക്കുലേഷൻ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ബോഡിയിൽ പനി വരാൻ പോകുന്നത് പോലുള്ളൊരു ടെമ്പറേച്ചർ ഹൈക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. നിങ്ങൾ ശരീരത്തിൽ ഇപ്പോൾ ഉള്ളം കയ്യിൽ തൊട്ട് നോക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്ന സമയത്തോ ഓ എന്തൊരു ചൂടാണ് എന്ന് മറ്റുള്ളവർ ചോദിക്കുന്ന തരത്തിലുള്ളൊരു ടെമ്പറേച്ചർ ഹൈക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതല്ലാതെ നേരെ മറിച്ച് നിങ്ങളിപ്പോൾ ഒരു ടെമ്പറേച്ചർ, ഒരു തെർമോമീറ്റർ വെച്ചിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കൂടുതലായിട്ട് നിങ്ങൾക്ക് ടെമ്പറേച്ചർ പോകുന്നുണ്ടെങ്കിൽ അത് എക്സാക്റ്റ് ആയിട്ടുള്ളൊരു ഫീവർ നിങ്ങൾക്ക് വരുന്നത് കൊണ്ടാണ്. അത് പ്രഗ്നൻസിയുടേതാണെന്ന് വിചാരിച്ചിട്ട് ആരും ഇരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഒരുപാട് ടെമ്പറേച്ചർ ഒന്നും പ്രഗ്നൻസി സമയത്ത് കൂടില്ല. ജസ്റ്റ് ഒരു 0.4 അല്ലെങ്കിൽ 0.6 ഒക്കെ ഡിഗ്രി ആയിട്ടായിരിക്കും നമുക്ക് ടെമ്പറേച്ചറിൽ അവിടെ ഇൻക്രീസ് വരാനായിട്ട് ചാൻസ് കേട്ടോ. ഈ ലക്ഷണങ്ങൾ ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ നമുക്ക് ഇൻക്രീസ് ഉണ്ടാകുന്നത് പോലെ തന്നെ മറ്റു പല ബുദ്ധിമുട്ടുകൾ കൊണ്ടും നമുക്ക് ഇത്തരത്തിൽ ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ഫീൽ ചെയ്യാറുണ്ട്. ഏറ്റവും ആദ്യത്തെ ഒരു റീസൺ ആണ് യൂറിനറി ഇൻഫെക്ഷൻ. പ്രഗ്നൻ്റ് ആകുന്ന പല സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് പ്രഗ്നൻസി ആകുന്ന സമയത്ത് ഭയങ്കരധികം കൂടുതലാണ്. കാരണം നമ്മുടെ ബോഡി ഒരുപാട് വീക്കാണ് ആ സമയത്ത്. യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ലോവർ അബ്ഡമൻ ഭാഗത്ത് വേദന വരികയും ബാക്ക് പെയിൻ ഉണ്ടാവുകയും ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ടെമ്പറേച്ചറും ചില ആളുകൾക്ക് കൂടാറുണ്ട്. പനി വരുന്നത് പോലുള്ള ഒരു സെൻസേഷൻ പലർക്കും ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ.
രണ്ടാമത്തെ റീസൺ ആണ് ഡീഹൈഡ്രേഷൻ. ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ആഡിക്വേറ്റ് ആയിട്ടുള്ള വാട്ടർ റിക്വയർമെൻറ്റ്സ് ഇല്ലാത്ത അവസ്ഥ. ഒരുപാട് വെള്ളം നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണ്ടുന്ന വെള്ളം നമ്മുടെ ശരീരത്തിൽ ഇല്ലാത്ത അവസ്ഥ. നമ്മൾ നോർമലി കുടിക്കുന്ന വെള്ളമായിരിക്കരുത് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തും ഓവുലേഷൻ നടക്കുന്ന സമയത്തും പ്രഗ്നൻസി ആയ സമയത്ത് നമ്മൾ കുടിക്കേണ്ടത്. ഒരു ദിവസം നിങ്ങൾ 1 ലിറ്റർ വെള്ളം കുടിക്കുന്നവരാണെങ്കിൽ ഓവുലേഷനും ഇംപ്ലാന്റേഷനും ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ ഡബിൾ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയിട്ട് കുഞ്ഞിൻ്റെ ഗ്രോത്തും ഡെവലപ്മെൻ്റ് ഒക്കെ വരണമെങ്കിലും ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടക്കണമെങ്കിലും നമ്മുടെ ശരീരത്തിൽ ആഡിക്വേറ്റ് ആയിട്ടുള്ള വാട്ടർ റിക്വയർമെൻറ്റ് ഉണ്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇൻ കേസ് നിങ്ങളുടെ ബോഡിക്ക് നിങ്ങളുടെ മുൻപോട്ടേക്കുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ പാകത്തിനുള്ള വാട്ടർ റിക്വയർമെൻറ്റ് ശരീരത്തിൽ ഇല്ല എങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഡീഹൈഡ്രേഷൻ സംഭവിക്കാം. അതായത് നമ്മുടെ ശരീരത്തിൽ വെള്ളം കുറയാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡ്രൈനെസ് നമുക്ക് സ്കിന്നിൽ കാണാനായിട്ട് സാധിക്കും. തൊണ്ട ഭയങ്കരമായിട്ട് വിളർച്ച നമുക്ക് ഉണ്ടാവാനായിട്ട് സാധിക്കും. വരൾച്ച നമുക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് ബോഡി ടെമ്പറേച്ചറിലും വ്യത്യാസം അനുഭവപ്പെടാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ കാണുമ്പോഴേക്കും ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ മറ്റൊരു ബുദ്ധിമുട്ടാണ് നമ്മുടെ പ്രഗ്നൻസി ഹോർമോൺസ് ഇൻക്രീസ് ആവുന്നത്. ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും HCG ഇങ്ങനെയുള്ള എല്ലാ ഹോർമോൺസും പെട്ടെന്ന് തന്നെ ഷൂട്ടപ്പ് ആവുന്നു. അതുപോലെ തന്നെ പ്രൊജസ്ട്രോൺ ഹോർമോൺ നമ്മുടെ പ്രഗ്നൻസി സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് പോകണമെങ്കിൽ ശരീരത്തിൽ പ്രൊജസ്ട്രോണിന്റെ കണ്ടന്റ് ആവശ്യമാണ്. പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടുന്നതിന്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ബോഡി ടെമ്പറേച്ചറിൽ ഇൻക്രീസ് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഹോട്ട് ഫ്ലാഷസ് നിങ്ങൾക്ക് അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. പ്രൊജസ്ട്രോണിന്റെ സപ്ലിമെന്റ്സ് എടുക്കുന്ന ആളുകൾക്ക്, അതായത് പ്രൊജസ്ട്രോണിന്റെ മെഡിസിൻ എടുക്കുന്ന ആളുകൾക്കാണെങ്കിലും വജൈനയിൽ ഇൻസേർട്ട് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും ഇഞ്ചക്ഷൻ എടുക്കുന്ന ആളുകൾക്കാണെങ്കിലും എളുപ്പത്തിൽ ഈ ഒരു ലക്ഷണം ചിലപ്പോൾ തിരിച്ചറിയാനായിട്ട് സാധിക്കണമെന്നില്ല കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ റിക്വയർമെൻ്റ് ആണ്. ചില ആളുകൾക്ക് ഓൾറെഡി ബ്രീത്തിങ് ഇഷ്യൂസ് ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മുടെ ബ്രീത്തിങ് പ്രോസസ്സൊക്കെ ചിലപ്പോൾ നമുക്ക് ആ ഒരു പ്രഗ്നൻസി ആകുന്ന സമയത്ത് കുറേ കൂടി ഫാസ്റ്റായിട്ട് നടക്കും. ചില ആളുകൾക്ക് ഓൾറെഡി തന്നെ ആസ്മയുടെ ബുദ്ധിമുട്ടുകളും ബ്രീത്തിങ് ഇഷ്യൂസ് ഒക്കെ ഉള്ള ആളുകൾക്കും അതുപോലെ കുറച്ച് വണ്ണമുള്ള ആളുകൾക്കും ചിലപ്പോൾ കുറച്ചൊന്ന് നടന്നു കഴിയുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ബ്രീത്ത് എടുക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കും ഇത്തരത്തിൽ ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ഫീൽ ചെയ്യാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. ഈ ടെമ്പറേച്ചർ ഹൈക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എത്രത്തോളമാണോ കുടിക്കുന്നത് അതിനേക്കാളും ഡബിൾ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെള്ളവും അതുപോലെ വെള്ളത്തിൻ്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും നിങ്ങൾ കൂടുതലായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വാട്ടർമെലൺ കഴിക്കുന്നത് നല്ലതാണ്. പോമിഗ്രാനൈറ്റ്, മാതള നാരങ്ങ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ ക്യൂക്കുംബർ കഴിക്കുന്നത് നല്ലതാണ്. ഇതെല്ലാം വാട്ടർ റിക്വയർമെൻറ്റ് ശരീരത്തിൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ മറ്റുള്ള ജ്യൂസസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നാരങ്ങ വെള്ളം കുടിക്കാനൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണുമ്പോഴേക്കും അത് പനി വന്നത് കൊണ്ടാണെന്ന് വിചാരിച്ചിട്ട് കണക്കില്ലാതെ ഡോളോയോ പാരസെറ്റാമോളോ കഴിക്കാതിരിക്കുക. കാരണം ടെമ്പറേച്ചർ നമുക്ക് കൂടുന്നുണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഹൈക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അതല്ലാതെ ചെറിയൊരു ചൂട് വരുന്നുണ്ട്, ജലദോഷം വരാനായിട്ടോ പനി വരാനായിട്ടോ പോവുകയാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെള്ളം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴേ ഡ്രസ്സ് പൊക്കുക എന്നൊരു പഴഞ്ചൊല്ല് പറയില്ലേ, അതുപോലെ നിങ്ങൾ ചെയ്യാതിരിക്കുക. പ്രഗ്നൻസി സമയത്ത് അൺവാണ്ടഡ് ആയിട്ട് ഒരു മെഡിസിൻസ് എടുക്കുന്നതും ശരീരത്തിന് നല്ലതല്ല. നിങ്ങൾക്ക് ഇപ്പോൾ മെഡിസിൻ ടെമ്പറേച്ചർ ഹൈക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം മെഡിസിൻ എടുത്തിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കുറവ് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറെ സമീപിക്കുക. ആ ഡോക്ടറോട് നിങ്ങൾ മസ്റ്റായിട്ട് പറയണം നിങ്ങൾ പ്രഗ്നൻസി ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്നവരാണ് അല്ലെങ്കിൽ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവരാണ്, ഇത് നിങ്ങളുടെ ഓവുലേഷൻ ടൈമാണോ ഇംപ്ലാന്റേഷൻ ടൈമാണോ എന്നുള്ള കാര്യം ഡോക്ടറോട് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. മെഡിക്കൽ സ്റ്റോറിൽ നിന്നും വിവരം പറഞ്ഞ് മെഡിസിൻസ് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവർ എടുക്കാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആയ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഡോസേജ് ആ സമയത്ത് ഡിഫറൻ്റ് ആയിരിക്കും. അൺവാണ്ടഡ് ആയിട്ട് നമ്മൾ കൂടുതൽ ഡോസേജ് എടുത്ത് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്ട്സ് പലർക്കും ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സമയങ്ങളിൽ നിങ്ങൾ ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ധരിക്കാതെ ലൂസ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് കേട്ടോ സൈക്കിൾ ലെങ്ത്. അതായത് കഴിഞ്ഞ മാസം നിങ്ങൾക്ക് ബ്ലീഡിങ് വന്നത് 1-ാം തീയതി ആണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് ബ്ലീഡിങ് വരുന്നത് 2-ാം തീയതി ആണെങ്കിൽ 1-ാം തീയതിയെ നിങ്ങൾ ഡേ 1 ആയിട്ട് എടുത്തിട്ട് 2-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കൗണ്ട് ചെയ്ത് നിങ്ങൾ പറയാം കേട്ടോ. ബ്ലീഡിങ് നടന്ന ദിവസമാണ് ഡേ 1 ആയിട്ട് എടുക്കേണ്ടത്. സ്പോട്ടിങ് നടന്ന ദിവസം, അതായത് ചെറിയ ചെറിയ ഡിസ്ചാർജോ ചെറുതായിട്ടുള്ള അഴുക്കുകളോ ഒക്കെ പോകുന്നതൊന്നും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.